എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടയോ പാലോ ബട്ടറോ ഒന്നും ഇല്ലാണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1.5 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും പഞ്ചസാരയും മൈദ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കൊരു ചെറിയ കുഴിവ് ഉണ്ടാക്കി കൊടുക്കണം. ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്തോട്ട് 1/4 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് വെള്ളം ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അളവിൽ തന്നെ വെള്ളവും എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സായിട്ട് വരും. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വേണം. ഇനി നമുക്ക് ഈ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കണം. എന്നിട്ട് ഈ മൈദ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന കണക്കൊന്ന് തട്ടിക്കൊടുക്കണം. എക്സ്ട്രാ ഉള്ള മൈദാപ്പൊടി നമുക്കങ്ങ് പുറത്ത് തട്ടിക്കളയാം. കേക്ക് ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കേക്കിന് തറയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഡലി പാത്രം എടുക്കുന്നത്. ഒരു ഇഡലി പാത്രത്തിനകത്ത് ഇതുപോലൊരു തിരികെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ഈ ഇഡ്ഡലി പാത്രം വെച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മൂടി വെച്ച് വേണം ചൂടാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ ഒന്ന് എടുക്കും റെഡിയായി വരാനായിട്ട്. ഒരു 20 മിനിറ്റ് കഴിയാതെ ഇത് തുറന്ന് നോക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കേക്കൊന്ന് തുറന്ന് നോക്കി ഒരു നൈഫ് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് കുക്കായിട്ടില്ല. ഇപ്പം നമുക്കൊരു നൈഫ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാൽ ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഈ വൈറ്റ് കളർ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡസ്റ്റ് ചെയ്ത് കൊടുത്ത മൈദയാണ്. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിലും ചോക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഈ കേക്കിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കട്ടിയായിട്ടില്ല, സൈഡും ഒന്നും കട്ടിയായിട്ടില്ല, നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്ന. അപ്പോൾ ഈ റെസിപ്പിയിൽ ഒന്ന് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിങ്ങും കൂടി റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ വേണം. ആദ്യം 1 സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ പാല് വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ 1.5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കേക്ക് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഈ ക്രീമൊന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് ലിക്വിഡ് പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് ഈവനായിട്ട് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുന്ന കണക്ക് ഒരുപാട് ലെവൽ ചെയ്യേണ്ട ആവശ്യം ഈ ഒരു ക്രീമിന് വരുന്നില്ല. അതുകൊണ്ട് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നൊരു പീസൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല ഈവനായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പാലും മുട്ടയും ബട്ടറും ഒന്നും ചേർത്തിട്ടില്ലെന്ന് പറഞ്ഞ് ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്